മേമുണ്ടയുടെ തിരക്കാലം തുടങ്ങുകയാണ്. ഗുളികൻ ദൈവവും കുട്ടിച്ചാത്തൻ തിരുവടികളും ഗുരുകാരണവന്മാരും മേമുണ്ടക്കാരിൽ ആടിത്തുടങ്ങുകയാണ്. പണ്ടൊരിക്കൽ ആട്ടമൊക്കെ കഴിഞ്ഞ് ഗുളികനും കുട്ടിച്ചാത്തനും കാഞ്ഞിരമരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. പണ്ടേ അടിയോൻ്റെ വിഷമങ്ങൾ ഏറെയും അറിയുന്ന കുട്ടിച്ചാത്തൻ തിരുവടികൾ ഗുളികൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു: ഉടയോനെ, വർഷാവർഷം നമ്മൾ ജനങ്ങളെ അറിയാനും അവരുടെ സങ്കടങ്ങൾ അകറ്റാനുമായി ഇവിടെ അവതരിക്കുന്നുണ്ട്. എന്നിട്ടും എൻ്റെ ഈ കാഞ്ഞിരത്തിൻ്റെ കയ്പ് പോലെ നമ്മുടെ തണ്ടാന്മാരുടെയും കുടുംബത്തിൻ്റെയും അരവയറും വിശപ്പും ഒരുപോലെ തുടരുന്നത്? സങ്കടമുണ്ടുടയോനെ. ഇത് കേട്ട് ഗുളികൻ ദൈവം ഒന്ന് ചരിഞ്ഞു. എന്നിട്ട് തൻ്റെ തീക്ഷ്ണമായ കണ്ണുകളൊന്ന് അടച്ചു തുറന്നു. ഏതോ ദയയുടെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം ആ കണ്ണുകളിൽ പരന്നു. എന്നിട്ട് പറഞ്ഞു: ചാത്ത, ഇവിടുത്തെ തണ്ടാന്മാർക്കും കുടുംബത്തിനും ഇനി അരിവിഹിതം ഇവിടുന്ന് കൊടുക്കപ്പെടും. ഇത് എൻ്റെ കൽപ്പന. കാരണവന്മാരോട് പറഞ്ഞേക്ക്. എന്നിട്ട് ഇളങ്കാറ്റായി തന്നെ ആശ്വസിപ്പിക്കുന്ന കാഞ്ഞിരത്തിൻ്റെ ഇലകൾ നോക്കി ഇതും കൂടി അരുൾ ചെയ്തു: ഞാൻ ഈ കാൽത്തള അണിയുന്ന കുംഭം 13, 14 തീയതികളിൽ ഈ കാഞ്ഞിരത്തിൻ്റെ ഇലകൾക്ക് കയ്പ് കാണില്ല. ഈ പതിവ് ഇന്നും തുടരുന്നു. ഓരോ മേമുണ്ടക്കാരുടെയും ഇല്ലായ്മകളും വൈജാത്യങ്ങളും ചേർത്ത് വച്ച് ഗുളികനും കുട്ടിച്ചാത്തനും തങ്ങളുടെ വേഷങ്ങൾ അണിയുന്നു. കോലങ്ങളായി അവരിലേക്ക് ഇറങ്ങുന്നു. തിരക്കാലത്ത് ജനമനസ്സുകളിൽ ആനന്ദത്തിൻ്റെ ആരവം നിറയുന്നു.